നമസ്തേ. പുരുഷന്മാർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ഷർട്ട് ഊരണോ വേണ്ടേ? ഇതൊരു വലിയ ചോദ്യമായിട്ട് ഇന്നിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശിവഗിരി മഠത്തിലെ സച്ചിദാനന്ദ സ്വാമികൾ ഇതാദ്യം ഉന്നയിച്ചു. അദ്ദേഹം പറഞ്ഞത് ശ്രീനാരായണീയരുടെ ഉടമസ്ഥതയിലുള്ള ക്ഷേത്രങ്ങളുടെ കാര്യമാണ്. അവിടെയും അതിൽ ഈ ഷർട്ട് ഊരണം എന്നുള്ള നിർബന്ധം പാടില്ല. അങ്ങനെ നിങ്ങൾ ചെയ്താൽ, അവരോട് പറയുകയാണ്, നിങ്ങൾ ചെയ്താൽ മറ്റു ക്ഷേത്രങ്ങളിലും ഈ ഒരു ശീലം കാലക്രമേണ വന്നു ചേരും. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ എല്ലാ ക്ഷേത്രങ്ങളിലും ഇങ്ങനെ ഷർട്ട് ഊരുന്നത് നിരോധിക്കണം എന്നൊന്നും അല്ല അദ്ദേഹം പറഞ്ഞത്. അത് പ്രത്യേകം മനസ്സിലാക്കണം. എന്തുവായാലും അദ്ദേഹം ഇത് പറഞ്ഞു. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അതിനെ പിന്താങ്ങി. അപ്പോഴത്തേക്ക് ഇവിടെ യാഥാസ്ഥിതികരായിട്ടുള്ള കുറേ ആൾക്കാരെ ഹൈവശായിട്ടിരിക്കുകയാണ്. NSSന് തീരെ ഇഷ്ടപ്പെട്ടില്ല. മുഖ്യമന്ത്രിയൊന്നും അതിനെ അംഗീകരിക്കാൻ പാടില്ല, അതിനെ പിന്താങ്ങാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. അല്ലാതെ ഈ ശിവഗിരിക്കാർക്ക് ഇതിനെക്കുറിച്ച് എന്ത് അഭിപ്രായം പറയാനൊന്നും പാടില്ല, അതൊക്കെ അവരല്ല അത് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഇന്ന് യോഗക്ഷേമ സഭയുടെ ഇന്നത്തെ റിപ്പോർട്ട് കണ്ടതാണ്. യോഗക്ഷേമ സഭയും പറഞ്ഞിരിക്കുക അതൊന്നും മുഖ്യമന്ത്രി അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ പാടില്ലായിരുന്നു. അഭിപ്രായം പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വിലക്കാൻ യോഗക്ഷേമ സഭയ്ക്ക് എന്താണ് അധികാരം? ഇത് ഇന്ത്യ മഹാരാജ്യമാണ്. ഇവിടെ ആർക്കും എന്തിനെക്കുറിച്ചും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അഭിപ്രായം പറയട്ടെ. നിങ്ങൾക്ക് സ്വീകാര്യമല്ലെങ്കിൽ നിങ്ങൾ സ്വീകരിക്കണ്ട. നിങ്ങൾ എതിർക്കുന്നെങ്കിൽ എതിർക്ക്. അതല്ലേ ചെയ്യേണ്ടത്? അതല്ലേ ന്യായം? അഭിപ്രായം പറയാൻ പാടില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അദ്ദേഹം പറയുന്ന അഭിപ്രായം വിഡിത്തമാണെങ്കിൽ അതിനെ നിങ്ങൾ യുക്തിയുക്തം ഖണ്ഡിക്കുക. ആ ആളുകളും മനസ്സിലാക്കട്ടെ, അദ്ദേഹവും മനസ്സിലാക്കട്ടെ. എന്താണ് ഈ ഷർട്ട് ഊരിയാലുള്ള ഗുണം എന്താണ്? ഷർട്ട് ഊരിയില്ലെങ്കിൽ എന്താ കുഴപ്പം? ഇതിനെക്കുറിച്ച് ഈ ഷർട്ട് ഊരണമെന്ന് പറയാൻ എന്താ ന്യായം? കുറെ ആൾക്കാർ പണ്ട് ഉണ്ടാക്കി വെച്ച ഒരു ശീലം ഇപ്പോഴും വലിയ ആചാരമായിട്ട് തുടരുന്നതല്ലാതെ വേറെ എന്തെങ്കിലും അതിനകത്തൊരു ന്യായമുണ്ടോ? ആധ്യാത്മികമായിട്ടുള്ള ഒരു ന്യായമുണ്ടോ അതിനകത്ത്? ഏതെങ്കിലും തത്വങ്ങളുടെ നിവർത്തനമാണോ? അതായത് തത്വങ്ങൾ നടപ്പിലാക്കുന്നതിനാണോ ആ ആചാരം നിലവിലുള്ളത്? ഒന്നുമല്ല. വെറുതെ കുറേ ആൾക്കാർ എന്നിട്ട് ആ ഓരോ ക്ഷേത്രത്തിന് അതിൻ്റെതായ ആചാരമുണ്ട്. അതിനെ അനുസരിക്കാൻ പറ്റുന്നവർ മാത്രം അവിടെ പോയാൽ മതി എന്നൊക്കെയാണ് ഇവർ രണ്ടു കൂട്ടരും പറയുന്നത്. ഓക്കെ, അത് തന്നെയാണ് വേണ്ടത്. ക്ഷേത്രങ്ങൾ ഓരോരോ ആചാരങ്ങൾ ഓരോരുത്തരുടെ ക്ഷേത്രങ്ങൾ ഭരിക്കുന്നവർ ഉണ്ടാക്കി വെച്ചാൽ ആ ആചാരങ്ങളെ അനുസരിക്കാൻ പറ്റാത്തവരവരെ പോരുത്, ബഹിഷ്കരിക്കണം അതിനെ. അതാണ് വേണ്ടത്. അല്ലാതെ നിങ്ങളും ഞാൻ വിചാരിക്കുന്നത് പോലെ ഈ ആചാരം നിങ്ങൾ റദ്ദ് ചെയ്യണം എന്നൊന്നും അവരോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അവര് ക്ഷേത്രങ്ങൾ ഭരിക്കുന്നെങ്കിൽ അവര് തീരുമാനിക്കട്ടെ, അതിനൊരു കുഴപ്പവുമില്ല. പക്ഷെ അവിടെ ആൾക്കാർ ബഹിഷ്കരിക്കുക എന്നുള്ളതാണ്. അതിനോട് യോജിപ്പില്ലാത്തവർ അവിടെ പോകാൻ പാടില്ല. അതാണ് ബാക്കിയുള്ളവർ ചെയ്യേണ്ടത്. ശ്രീനാരായണ ഒരു കാണിച്ചു തന്ന കാര്യവും അത് തന്നെയാണ്. അതായത് ഈ ക്ഷേത്രങ്ങളിൽ കുറെ ജാതിക്കാരെ പ്രവേശിപ്പിക്കുന്നതിന് വിലക്കുണ്ടായിരുന്നല്ലോ പണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞത് എന്താണ്? നിങ്ങൾ അതിനു വേണ്ടി അവിടെ പോയി മുട്ടി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളിങ്ങി വാ, ഞാൻ നിങ്ങൾക്ക് ക്ഷേത്രം ഉണ്ടാക്കി തരാം, ഞാൻ നിങ്ങൾക്ക് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചുതരാം, നിങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. അല്ലാതെ അവരുടെ പിന്നാലെ നടക്കേണ്ട കാര്യമില്ല. അവരുടെ ക്ഷേത്രത്തിൽ അവർ വേണ്ടതുപോലെ ചെയ്തോട്ടെ. ഇനി ഒരു ബഹിഷ്കരണം, അതായത് സ്വാമി ഇവിടെ ക്ഷേത്രങ്ങളെ പ്രതിഷ്ഠിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് മറ്റവരുടെ ക്ഷേത്രത്തിലേക്ക് ആൾക്കാർ അല്ലെങ്കിൽ തന്നെ പോകുന്നില്ലായിരുന്നു. അവര് ബഹിഷ്കരിക്കപ്പെട്ടു. അപ്പം പിന്നെ ഇവിടെ ഇവർക്ക് ആരാധിക്കാനായിട്ടുള്ള സ്ഥലങ്ങളും ഉണ്ടായി. പിന്നെ എന്താണ് പ്രശ്നം? പിന്നെ കാലക്രമത്തിൽ സവർണരെന്ന് വിളിക്കപ്പെടുന്നവർ, അതായത് ചില ജാതിക്കാർ, നായന്മാരും അതുപോലെ തന്നെ നമ്പൂതിരിമാരും ഒക്കെയുള്ള ചില ജാതിക്കാർ തന്നെ ആവശ്യപ്പെടാൻ തുടങ്ങി, ഇത് പോരാ, മറ്റുള്ളവർക്ക് കൂടി ഇതിനുള്ള അവകാശം കൊടുക്കണം. അന്ന് അങ്ങനെ വാദിക്കുന്നത് തന്നെ അന്നൊരു വലിയ പുരോഗമന ചിന്താഗതിയായിരുന്നു. അങ്ങനെ അതാണ് ആചാരം. അന്നത്തെ ആചാരം എന്താണ്? ഈ കുറെ ജാതിക്കാരെ ക്ഷേത്രത്തിൽ കയറ്റാതിരിക്കുക. എന്തെങ്കിലും അതിന് ന്യായമുണ്ടായിരുന്നു? ഒരു ന്യായവുമില്ലായിരുന്നു. കാലക്രമത്തിൽ ആചാരത്തെ, ആ ദുരാചാരത്തെ ഒരു പ്രൊക്ലമേഷൻ വഴി, വിളംബരം വഴി തിരുവിതാംകൂർ രാജാവ് ഇല്ലാതാക്കി. ആ ആചാരത്തെ എല്ലാവർക്കും ആ ആചാരത്തെ ലംഘിച്ചുകൊണ്ട്
എല്ലാവർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അവകാശം, അതായത് തിരുവിതാംകൂർ രാജാധികാരത്തിന് കീഴിൽ വരുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാവർക്കും പ്രവേശിക്കാനുള്ള അധികാരം, അവകാശം അദ്ദേഹം നൽകി. എന്നിട്ട് ആ ആചാരം പൊട്ടിപ്പോയില്ലേ? എന്നിട്ട് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചോ? ഒരു കുഴപ്പവും സംഭവിക്കും. ഇതുപോലെയേ ഉള്ളൂ ഒരുപാട്. അതായത് ഈ തത്വങ്ങളുടെ പിൻബലമില്ലാത്ത എല്ലാ ആചാരങ്ങളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ഇത് തത്വങ്ങളുടെ പിൻബലമില്ലാത്ത എല്ലാ ആചാരങ്ങളും വിഴുപ്പുഭാണ്ഡങ്ങളാണ്. അതിനെ നൂറ്റാണ്ടുകളായിട്ട് ചുമന്നോട്ട് നടക്കേണ്ട കാര്യമൊന്നും ഒരു ഹിന്ദുവിനും ഇല്ല. അതിനെ എടുത്ത് വലിച്ചെറിയുകയാണ് വേണ്ടത്. ഈ വിഴുപ്പുഭാണ്ഡങ്ങളെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നവർ അങ്ങനെ നടന്നോട്ടെ, നാറ്റക്കേസുകളായിട്ട് നടക്കട്ടെ. ഇവരാണ് ഈ ഹിന്ദുമതത്തെയും ഈ ഇന്ത്യയിലെ സമൂഹത്തെ മൊത്തത്തെയും ഇരുളിലേക്ക് തള്ളിവിട്ട ആൾക്കാർ. ഇവര് ഈ വിഴുപ്പ് ഭാണ്ഡങ്ങളാണ് ഇവരുടെ ഒരു കൈമുതൽ എന്ന് പറയുന്നത്. ഹിന്ദുമതം എന്ന് പറയുന്നത് ഈ വിഴുപ്പ് ഭാണ്ഡങ്ങളുടെ ഒരു കൂനയല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഹിന്ദുമതം എന്ന് പറയുന്നത് ഋഷിപ്രോക്തമായിട്ടുള്ള ആത്മീയ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആത്മീയ പ്രസ്ഥാനമാണ് ഹിന്ദുമതം. അതിനൊരു വലിയ ഈടുവയ്പ്പുണ്ട്, ഒരു വലിയ ട്രഷറുണ്ട് ഹിന്ദുമതത്തിന്. അത് യുക്തിയുക്തമായിട്ടുള്ള ആത്മീയ തത്വങ്ങളുടെ ട്രഷറാണത്. എന്താണ്? നിധിയാണത്. ആ നിധി ഒരിക്കലും ഒരു യുക്തി കൊണ്ട് ഖണ്ഡിക്കപ്പെടാൻ പറ്റാത്തതാണ്. അങ്ങനെയുള്ള ഏറ്റവും സമ്പന്നമായിട്ടുള്ള, ഏറ്റവും ദീപ്തമായിട്ടുള്ള ആശയങ്ങളുടെ ഒരു സമാഹാരമാണ് ആ ഋഷിപ്രോക്തമായിട്ടുള്ള തത്വങ്ങൾ. അതാണ് ഹിന്ദുമതത്തിന്റെ അടിസ്ഥാനം. അല്ലാതെ ഈ വിഴുപ്പ് ഭാണ്ഡങ്ങളല്ല. ഈ വിഴുപ്പ് ഭാണ്ഡങ്ങൾ ഈ തത്വങ്ങളുടെ പുറത്ത് വലിച്ചിട്ട് ഈ നാറ്റമുണ്ടാക്കി ഈ ഹിന്ദു സമൂഹത്തെ നശിപ്പിച്ച ആൾക്കാരാണ് ഇന്നിപ്പം ഇതിനെയൊക്കെ എതിർക്കുന്നത്. അയ്യോ ക്ഷേത്രത്തിൽ ഉടുപ്പിട്ടോണ്ട് കയറാൻ പാടില്ല, എന്തോ ഭയങ്കര ആപത്തിന്. എന്താണ് ഇവർ ക്ഷേത്രങ്ങളെ കുറിച്ച് തന്നെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് ഈശ്വരാരാധന നടത്താനുള്ള സ്ഥലങ്ങളാണ്. അല്ലാതെ ഈശ്വരനെ അവിടെ ഒരു കുടിസ് മുറിയിലിട്ട് പൂട്ടി വെച്ചിരിക്കുകയല്ല. അതാണ് ഇവരുടെ ധാരണ. അവിടെ പോയി കൃഷ്ണനെ കണ്ടില്ലെങ്കിൽ കൃഷ്ണനെ ഒന്നും കാണാൻ പറ്റത്തില്ല. ഈശ്വരൻ എന്ന് പറയുന്നത് സകല ചരാചരങ്ങളിലും സകല വസ്തുക്കളിലും ദീപ്തമായിട്ട് നിൽക്കുന്ന ഒരു ചൈതന്യമാണ്. ആ ചൈതന്യം എല്ലാവരിലും ഉണ്ട്, എന്നിലും നിന്നിലും എല്ലാം ഉണ്ട്. ആ ചൈതന്യത്തെ, ഈ ശരീരമാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ഈശ്വരന്റെ ശരീരമാണ് ഈ പ്രപഞ്ചമെന്നാണ് ഉപനിഷത്തുകളും അതുപോലെ തന്നെ ഗീതയും നമ്മളെ പഠിപ്പിക്കുന്നത്. ഉപനിഷത്തുകളും ഗീതയുമാണ് ഹിന്ദുക്കളുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ. ആ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ പഠിക്കാത്ത, അങ്ങനെ ഗ്രന്ഥങ്ങൾ ഉണ്ടെന്ന് പോലും അറിയാത്ത കുറെ ആചാര ഭ്രാന്തന്മാരാണ് ഹിന്ദുമതത്തെ നശിപ്പിച്ചത്. അവരെ തള്ളി ദൂരെ എറിയണം. അവര് വിഴുപ്പുഭാണ്ഡം ഒന്ന് നടക്കട്ടെ. അവരുടെ ക്ഷേത്രങ്ങൾ കയറ്റുന്നില്ലെങ്കിൽ കയറ്റണ്ട. ഉടുപ്പിട്ടുകൊണ്ട് കയറാൻ വയ്യാത്തവർ കയറണ്ട. അവിടെ അവരെ ബഹിഷ്കരിക്കുക, അത്രയേ ഉള്ളൂ. അല്ലെ ഒരുത്തൻ്റെ പുറകിന് നടന്ന് നീ ഇവിടെ കയറണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ കയറണമെങ്കിൽ നീ ഇങ്ങനെയുള്ള ചില ഡ്രസ് കോഡ് ഉണ്ട്, അത് വെച്ചോണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഈ അമ്പലത്തിൽ ഇരിക്കുന്ന ഈശ്വരന് വേണ്ടെന്ന്. ഈശ്വരൻ നിങ്ങളുടെ അമ്പലത്തിൽ വെച്ച് പൂട്ടിയിരിക്കുകയാണോ? അങ്ങനെ പൂട്ടാൻ പറ്റുമോ ഈശ്വരന്? അങ്ങനെയാണ് ഈ വിഡ്ഢികൾ കരുതി വെച്ചിരിക്കുന്നത്. അവർ പോയി പണി നോക്കാൻ പറ. ഉടുപ്പിടുകൊണ്ട് കയറിയാൽ ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല. ഉടുപ്പ് ഇല്ലാതെ കയറിയാൽ പ്രത്യേകിച്ച് ഒരു വിശേഷവുമില്ല. വെറുതെ അനാചാരങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കരുത്, പ്രചരിപ്പിക്കരുത്. അത് അനാചാരങ്ങളെ തൂത്തെറിയുക. അതാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. നന്ദി, നമസ്കാരം.